ഹലോ മക്കളെ, നമ്മളപ്പോൾ ഇന്ന് പുതിയൊരു സംഭവം തുടങ്ങാൻ പോവുക. അതായത് നിങ്ങൾക്ക് മനസ്സിലാവാത്ത കഥകൾ, അതായത് സിനിമേൻ്റെ കഥകൾ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്. അപ്പോൾ നമ്മളിന്ന് എടുത്തേക്കുന്ന കഥയെന്ന് വെച്ചാൽ ദി ബ്ലാക്ക് ഡീമൻ എന്ന് പറയുന്ന വളരെ സസ്പെൻസും ത്രില്ലറും ഒക്കെയുള്ള ഒരു ഷാർക്കിൻ്റെ സിനിമേൻ്റെ കഥയാണ്. അപ്പോൾ നമുക്കതിലോട്ട് കിടക്കാം. നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ടാവണം എന്ന് ഞാൻ സ്നേഹത്തോടെ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് കഥയിലോട്ട് കിടക്കാം. ദ ബ്ലാക്ക് ഡീമൻ. അപ്പോൾ ബ്ലാക്ക് ഡീമൻ എന്ന് പറയുന്ന ഈ കഥയിലോട്ട് തുടങ്ങുമ്പോൾ തന്നെ ആദ്യം അതിൻ്റെ ഒരു ഉള്ളടക്കം ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു കടലിൽ എണ്ണ എടുക്കുന്ന ഈ കമ്പനീൻ്റെ സ്റ്റാഫായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് നമ്മുടെ കഥാനായകൻ പോളും ഭാര്യയും വരികയാണ്. അതായത് കഥാനായകൻ പോള് വർക്കിന് വേണ്ടി വരുവാണ്. അപ്പോൾ ഫാമിലി ഒപ്പം വരുന്നുണ്ട്. ഒരു റിലേഷൻ ട്രിപ്പ് പോലെ അവർ ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ വരുമ്പോൾ ഉണ്ട് ആകെ ശവപ്പറമ്പ് പോലത്തെ ഒരു സ്ഥലം. ഇവർ ഇതിനു മുമ്പ് ഹണിമൂണിന് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ. ആ സമയത്ത് ഇവിടെ നിറച്ച് ടൂറിസ്റ്റുകളും ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പം മക്കളോട് ഈ കാര്യമൊക്കെ പറഞ്ഞ് തള്ളിയിട്ടാണ് ഇവർ വരുന്നത്. അങ്ങനെ പറഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സ്ഥലം കാണുമ്പോൾ ഉണ്ടല്ലോ, ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത ഒരു ഇതുപോലെ കിടക്കും. അവിടെ ആകെ കുറച്ച് ആളുകളെ താമസിക്കുള്ളൂ. ബാക്കി എല്ലാവരും ചത്തും പിന്നെ നാട് വിട്ടൊക്കെ പോയി. ടൂറിസ്റ്റ് മേഖല അല്ലാണ്ടായി. ഇന്നമാതിരി ആളുകളൊന്നും വരാണ്ടായപ്പോൾ, ചിലവിനൊന്നും കാശില്ലാണ്ടായപ്പോൾ ആളുകൾ വേറെ ജോലിയൊക്കെ തപ്പി സ്ഥലത്തുനിന്ന് മാറിപ്പോയി. അത് ഇവർക്കറിഞ്ഞൂടാ. ഇവരപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ അത്ഭുതപ്പെട്ട് നിൽക്കുവാണ്. അങ്ങനെ അപ്പോൾ ഇവർ ഇവിടെ വന്ന് ഇങ്ങനെ വരുന്നത്. ഇവരപ്പോൾ ഈ വർക്ക് ചെയ്യണ ഫാക്ടറിയിൽ, പോളിൻ്റെ ഫാക്ടറി മുമ്പ് പോള് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു ഇവർ ഹണിമൂണിനൊക്കെ വന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഇവർ വരുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് അവർ ഇങ്ങോട്ട് വരുന്നത്. ഒന്നും കൂടി എന്തോ വർക്കിന് വേണ്ടി ആവശ്യമായിട്ട് വരേണ്ടി വന്നപ്പോൾ ഫാമിലിയായിട്ട് ഒരു ട്രിപ്പായിട്ട് ഇങ്ങോട്ട് വന്നു. അങ്ങനെ വരുമ്പോൾ ഈ സീൻ കാണുന്നത്. അതിലും വലിയ വെച്ച് എന്താണെന്ന് വെച്ചാൽ, ആ മുമ്പത്തെ ഇത് വെച്ച് കണക്കൂട്ടിയുള്ള വരുന്നത്. അപ്പോൾ പോള് ഭയങ്കര അത്ഭുതപ്പെട്ട് നിൽക്കുന്നു. അതൊക്കെ പോട്ടെ. അങ്ങനെ ആ സമയത്ത് ഈ പോള് വന്നപ്പോൾ, വർക്ക് ചെയ്യുമ്പോൾ, ആദ്യം പോള് ഇവിടെ ജോലിക്ക് വന്നപ്പോൾ, അതായത് ഹണിമൂണിൻ്റെ ടൈമിലൊക്കെ ജോലിക്ക് വന്നപ്പോൾ ഈ ഫാക്ടറിയിൽ കുറേ ആളുകൾ വർക്കിംഗ് ഉണ്ടായിരുന്നു. കുറേ ആൾ വർക്ക് ചെയ്യണ കമ്പനിയായിരുന്നു. അങ്ങനെ ഉള്ള കമ്പനിയായിരുന്നു. ഈ കമ്പനിയാണെങ്കിൽ ഇപ്പം ആകെ 2 ആളുകളേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ മരണപ്പെട്ടു എന്നൊക്കെ അറിയുമ്പോൾ എങ്ങനെ മരണപ്പെട്ടു എന്നുള്ളതൊക്കെയാണ് ഈ കഥ. അങ്ങനെ അപ്പം ഞങ്ങൾക്കിനി ആ കഥയിലോട്ട് പോവാം. ഈ നാടിന് എന്ത് പറ്റി എന്നൊക്കെ ഉള്ളതാണ് ഈ കഥ. അപ്പോൾ കഥ നമുക്ക് തുടങ്ങാം. അങ്ങനെ ഇവർ ഈ കടലിൻ്റെ ഇടയിൽപ്പെട്ട് ട്രാപ്പായിപ്പോയ ഈ കഥേൻ്റെ തുടക്കമാണ് അപ്പോൾ ഇനി വരാൻ പോകുന്നത്. അങ്ങനെ ഈ കഥേൻ്റെ ആരംഭം തന്നെ 2 ആളുകൾ ഈ എണ്ണ എടുക്കുന്നതിനെ പറ്റി പഠിക്കാനും ഇതിനൊക്കെ ആയിട്ട് ഈ ബോട്ടിൽ കയറി അങ്ങോട്ട് വരുവാണ് ഈ ഫാക്ടറിയിലോട്ട്. ഫാക്ടറി അല്ല, മറ്റേ ഓയിൽ റിഫൈനറി ഇല്ലേ, കടലിൻ്റെ നടുക്ക്, അതേപോലെയുള്ള ഇതിലോട്ട് വരികയാണ് അവർ. അതാണ് തുടക്കം.
അങ്ങനെ അവിടെ പോയി ഇതിൽ ഒരാൾ ഡൈവ് ചെയ്ത് ഇതിൻ്റെ അടിയിൽ ബോംബൊക്കെ വെച്ച് പൊട്ടിച്ച് പാറ പൊട്ടിക്കാനാണ് തോന്നുന്നു. ഇതിൻ്റെ പണീൻ്റെ ഇതും ഇതൊക്കെ ആയിട്ട് പാറ പൊട്ടിക്കാൻ വേണ്ടിയായിരിക്കും. അങ്ങനെ ബോംബൊക്കെ വെക്കാൻ വേണ്ടി താഴത്തോട്ട് പോണ സമയത്ത് പെട്ടെന്നൊരു ഭൂമികുലുക്കം പോലെ വരുക. അതുകൊണ്ട് ഇയാൾ ഇതെന്താ ഇത്, എന്താ സംഭവം, എന്തോ ആയി നടക്കുന്നത് എന്നുള്ള രീതിയായി. അങ്ങനെ ഒരു ഭൂമികുലുക്കമൊക്കെ വന്ന് ഒരു വിള്ളൽ വന്ന് അതിൽ അപ്പോൾ കുറേ മീനുകളൊക്കെ ഇങ്ങനെ പൊങ്ങി വരിക. ഇയാൾ നോക്കുമ്പോണ്ട് ഇഷ്ടം പോലെ മീനും ഇതൊക്കെ വരുന്നു. അത് കഴിഞ്ഞപ്പോണ്ട് അടുത്ത സെക്ഷൻ മീനുകൾ. ഇയാൾ നോക്കുമ്പോൾ എന്തിട്ട് സാധനവും വല്ലാത്ത രൂപമുള്ള മീനുകളും ഇതുവരെ കാണാത്ത ടൈപ്പ് ജെല്ലി ഫിഷ് അങ്ങനെയുള്ള പല സാധനങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നു. ഈ വ്യത്യസ്തമായ മീനുകളെന്ന് വെച്ചാൽ ഇതുവരെ അയാൾ കണ്ടിട്ടില്ല അയാളുടെ ജീവിതത്തിൽ. ആ മാതിരിയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നു. അയാൾ ആ ഭൂമിയിലൊക്കെത്തി എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇയാൾക്ക് മനസ്സിലായി എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്താന്നുള്ളത് പിടികിട്ടുള്ള അങ്ങനെ. അപ്പം എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒന്നുള്ള മീനുകളല്ല ഇതൊക്കെ വേറെ ഏതോ സ്ഥലത്തു നിന്ന് വന്നേക്കണ സാധനങ്ങളാണ്. ഇയാൾക്ക് ഒരു തോന്നലുണ്ടാവുമല്ലോ ഇതുവരെ കാണാത്ത ഈ സാധനം കാണുമ്പോൾ, അങ്ങനത്തെ ഒരു തോന്നൽ. അപ്പം ഈ ഡൈവ് ചെയ്ത ആളാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ നിരീക്ഷിക്കണം. ആദ്യമായിട്ട് കാണുന്നതല്ല, അതിൻ്റെ ഒരു ആകാംക്ഷയിൽ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ട് ഭയങ്കര അത്ഭുതത്തോടെ നോക്കുമ്പോൾ ഇയാൾ നോക്കുമ്പോൾ ഉണ്ടാ ചെറിയ മീനുകൾ മാത്രമല്ല, അതിൻ്റെ ഒപ്പം ഒരു ഭീകരനായൊരു ഷാർക്ക്. ഭീകരം വെച്ചാൽ അതിഭീകരമായ ഷാർക്ക് വന്ന് ഇയാളങ്ങ് തട്ടി അങ്ങ് അങ്ങ് ചാവച്ചങ്ങ് അടിച്ച് വേണം. അതൊക്കെ കുറച്ച് നേരമായിട്ട് ഇയാളുടെ ഒരു അനക്കില്ലാന്നപ്പോൾ മുകളിലുള്ള ആൾ പല ഡിവൈസും വോക്കി ടോക്കി പോലത്തെ വേറെ വെള്ളത്തിൽ ഉപയോഗിക്കണ സാധനം ഒക്കെ ഉപയോഗിച്ചാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. അപ്പം അതിലൊന്നും റിപ്ലൈ ഇല്ല. ഇയാൾക്കാകെ പേടിയായി. ഇയാൾ പോകാൻ വേണ്ടി ബോട്ട് ഇരിക്കുമ്പോണ്ടാ ഈ സാധനം അങ്ങ് മുകളിലോട്ട് വന്നിട്ടേ ഇയാളെ അങ്ങ് തട്ടി. 2 നേരത്തെ ഫുഡ് അങ്ങ് അടിച്ച് കഴിഞ്ഞപ്പോൾ ഷാർക്ക് അങ്ങ് മട്ടയായി വെള്ളത്തിൻ്റെ അടി മുങ്ങി. അങ്ങനെ ബോട്ട് ഉൾപ്പെടെ നിന്നിട്ട് അത് കഴിഞ്ഞ് കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ നമ്മുടെ കഥാനായകൻ പോളിൻ്റെ ഭാര്യ, അങ്ങനെ പിന്നെ ഭാര്യേൻ്റെ പേര് ഐറിൻ, പിന്നെ മകളുടെ പേര് ഏറിൻ, പിന്നെ മകൻ ജോഷു. ഈ 4 പേര് ഹാപ്പി ആയിട്ട് ലക്ഷ ട്രിപ്പിന് വരിക. ഈ ലക്ഷ ട്രിപ്പ് ഇങ്ങോട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ പോളിൻ്റെ കമ്പനിയിൽ നിന്ന് പോളിന് ഇവിടെ ഒരു വർക്ക് കിട്ടിയിട്ടുണ്ട്. ഇവൻ മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. അപ്പം അതിൻ്റെ ഒരു മെയിൻ്റെനൻസ് ചെക്ക് പോലുള്ള ഒരു ഇത് പഠിക്കാൻ വേണ്ടി അവനെ വിട്ടു. അപ്പം അങ്ങനെ ചെല്ലുമ്പോൾ ഇവൻ ഭയങ്കര മുമ്പ് പോയ ആ ഒരു അനുഭവം വെച്ച് ഭയങ്കര തള്ളാണ്. ഇന്ന മതിയാണ്, അടിപൊളിയാണ്. നമ്മൾ ഇതിന് മുമ്പ് പോയിട്ടുണ്ട്, ഹണിമൂണിന് സമയത്ത് അവിടെയാണ് പോയത്. പിന്നെ ഭയങ്കര സൂപ്പറാണ്, പൊളിയായിരിക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ അപ്പം ഈ വെക്കേഷൻ അങ്ങ് അടിച്ച് പൊളിക്കണം എന്നൊരാഴ്ച പോണത്. പിള്ളേർ നല്ല കുരുത്തം കെട്ടവും നല്ല സംഭവമാണ് പിള്ളേർ. അങ്ങനെ ആ സ്ഥലത്തോട്ട് എത്തുമ്പോണ്ട് ഈ വില്ലേജ് ആകെ
ഭയങ്കര സൈലൻസും ഭയങ്കര മൂകതയും. ഈ സ്ഥലത്തിനെ പറ്റിയാണ് ഇവർ ഈ പൊക്കി പറഞ്ഞതും ഇത്രയും തള്ളിയൊക്കെ. അവരപ്പോൾ ഈ പഴയ ഹോട്ടൽ കാണുമ്പോൾ ആകെ മാറിപ്പോയേക്കും. അങ്ങനെ ഇവരിവിടെയൊക്കെ നോക്കി നിൽക്കുമ്പോണ്ട് ഒരു ഹോട്ടൽ പോലും ഇല്ല, മര്യാദക്കുള്ളൊരു ഹോം സ്റ്റേ ഇല്ല, ഒരു റെസ്റ്റോറൻ്റ് ഇല്ല, ഒന്നുമില്ല. ആകെ തരികിടും. അങ്ങനെയാണ്. എന്ത് ഈ ഫലം ഇങ്ങനെ, എന്ത് ചെയ്യും മല്ലയ്യ എന്നുള്ള അവസ്ഥയായി അവരുടെ. എന്ത് പറയാനാ, പാവങ്ങൾ വന്ന് പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ല, എന്തെങ്കിലും ആവട്ടെ. അങ്ങനെ ഇവന്മാരിങ്ങനെ നോക്കുമ്പോൾ ഉണ്ട് അവിടെ രണ്ടാളുകൾ ഇരിക്കുന്നു. ആ രണ്ടാളുകളോട് കാര്യം അന്വേഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചെന്നിട്ട് പറയും, എൻ്റെ പൊന്ന് ചേട്ടാ, നമ്മുടെ ഫാമിലിയൊക്കെ ഉണ്ട്, ഒപ്പം നമുക്ക് പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ തൽക്കാലത്തേക്ക് ഒരു ദിവസത്തേക്കെങ്കിലും താമസിക്കാനും കഴിക്കാനുള്ള ഫുഡിനുള്ള ഒരു സെറ്റപ്പ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? നമ്മൾ കാശ് പേയ്മെൻ്റൊക്കെ കൊടുക്കുക, ഒന്നും പ്രശ്നമുള്ള കാര്യമല്ല, നമ്മൾ റിച്ചാണ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോണ്ടാ ഇയാളങ്ങനെ അവരെ കൊണ്ടുപോയി നേരെ അവിടെ ഉള്ള ഒരു റെസ്റ്റോറൻറ്റ്, സാധാരണ ഒരു ബീച്ച് വ്യൂ ഉള്ള ഒരു ചായക്കട എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി ഇരുത്തും. ഇയാൾ മാത്രമേ എത്തി ബോധമുള്ളൂ. ബാക്കിയുള്ളവന്മാരൊക്കെ കൂട്ടിച്ചെത്തി ആകെ കുടിച്ചങ്ങ് തരികിടയായി കിടക്കുമല്ലോ. എന്ത് പറയാനാ. അപ്പണ്ട് ഈ ഭാര്യ പറയും, ഓ എന്താ ഫലം, എല്ലാ കുടിയന്മാരാ, നമ്മളിനിയിപ്പോൾ എന്താ ചെയ്യുക, എന്ത് ചെയ്യും മാഷേന്ന് ചോദിക്കുമ്പോൾ ഈ പോള് പറയും, നമുക്ക് എന്തായാലും ഇന്നൊരു ദിവസം ഇവിടെ ഇത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പോവും ഇവിടെ ഇനി നിൽക്കണ്ട, വാ പോവാന്ന് പറയുമ്പോൾ ഉണ്ട് കമ്പനിയിൽ നിന്ന് ഫോൺ വന്നേക്കും. അതായത് ഈ വർക്ക് പെട്ടെന്ന് അങ്ങ് തീർത്തേക്കണം, എന്നാലേ ഈ കമ്പനിക്ക്, ഈ ഓയിൽ കമ്പനി ഒന്ന് വർക്കിംഗ് ആക്കാൻ പറ്റൂ. കാരണം പെട്ടെന്ന് വിട്ട് പോകാൻ പറ്റൂല, നീ എല്ലാം റെഡിയാക്കണം, ഒന്ന് പോയി സെറ്റാക്കിയിട്ട് തിരിച്ച് പോരും എന്ന് പറയും. അപ്പോൾ ഇവൻ പറയും, നമുക്കഞ്ഞം തന്നെ കമ്പനിയല്ലേ, നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്യും, അവർ പറഞ്ഞതിനാ ചെയ്യാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. ഞാൻ എന്തൊക്കെയായാലും ഞാൻ ഈ പണി ചെയ്യാം, നീ ഇവിടെ 2 മണിക്കൂർ നീയും പിള്ളേരും ഇവിടെ സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ പോയി എല്ലാം റെഡി ആക്കിയിട്ട് ഞാൻ തിരിച്ചു വരാം, എന്നിട്ടെല്ലാം സെറ്റാക്കി തരാം, നമുക്ക് പോവാനിട്ട് ഇവിടുന്ന് വേറെ ഏതെങ്കിലും സ്ഥലത്തോട്ട് പോകാമെന്ന് പറയും. ഓക്കെ എന്ന് അവളും പറയും. ഞാൻ ഇപ്പോൾ വരാം, ഇപ്പോൾ എല്ലാം സെറ്റാക്കിയിട്ട് ഞാൻ ഇപ്പോൾ വരും, എൻ്റെ ഫാമിലിയെ നോക്കണം എന്ന് പറഞ്ഞിട്ട് ആളങ്ങ് പോയിട്ട് വരാമെന്ന് പറയും. അങ്ങനെ പോയിട്ട് അവർ അവിടെ ഹാർബറിൽ പോയി അവിടുത്തെ ആളെ കാണുമ്പോണ്ട് ആൾ മറ്റേ കമ്പനീൻ്റെ എല്ലാം എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വരുമ്പോൾ എല്ലാം അങ്ങോട്ട് പോകാനുള്ള എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നും പറഞ്ഞൊരു ബോട്ടുകാരനെ അങ്ങ് വിളിച്ചങ്ങ് ഏൽപ്പിച്ചു കൊടുക്കും. ആ ബോട്ടുകാരൻ ഓക്കെ എന്നും പറഞ്ഞ് പോവാമെന്നും പറഞ്ഞ് പറഞ്ഞിട്ട് കുറച്ചങ്ങ് നീങ്ങിക്കഴിയുമ്പോൾ വേറൊരു ഹാർബറിൽ പോയിട്ട് ഇയാളങ്ങ് ഇറങ്ങും. എന്നിട്ട് പറയും, എനിക്കിവിടെ കുറച്ച് പണിയുണ്ട് സാറേ, അതാണ് പോകേണ്ട ദിശ, നേരെ പോകുമ്പോൾ തന്നെ സാറിന് കാണാം, സാറൊന്ന് ബോട്ടെടുത്ത് പോയിക്കോ, ഞാൻ തിരിച്ചു കൂട്ടാൻ വരാമെന്ന് പറയും. അങ്ങനെ കാരണം ഇയാൾക്ക് കാര്യം അറിയുക എന്താ സംഭവിക്കാൻ പോണതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇയാളങ്ങ് നൈസായിട്ട് സ്കിപ്പ് അടിച്ചു. ഇയാൾക്ക് സംഭവം അറിയാവുന്നതുകൊണ്ട് ഇയാൾ നൈസായിട്ട് സ്കിപ്പ് അടിച്ചു. പിന്നെ ഇത് പുറം ലോകം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ടൂറിസ്റ്റൊന്നും വരില്ലല്ലോ, അപ്പോൾ ഇവർക്കൊന്നും കാശും കിട്ടൂല.
അത് കാരണം പുറം ലോകം അറിയാണ്ട് നോക്കിയേ പറ്റൂ ഇവർക്ക്. പക്ഷേ ഇയാൾ നല്ലൊരു മനുഷ്യനായതുകൊണ്ട് അയാൾ പോകുമ്പോൾ ദൈവമേ ഇയാൾക്കൊന്നും വരത്തല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഇയാൾ ആ ഓയിൽ സ്റ്റേഷനിലോട്ട് പോയി. അവിടെ എത്തിയിപ്പുണ്ട് ഒരു 3 നില കെട്ടിടം, വെള്ളത്തിൻ്റെ നടുക്ക്, ചുറ്റിനും വെള്ളം, എങ്ങും നോക്കിയാൽ വെള്ളം, തെക്കോട്ടും വടക്കോട്ടും എങ്ങോട്ട് നോക്കിയാലും വെള്ളം നിറഞ്ഞിരിക്കും. അങ്ങനെ ഇയാൾ ആ ഓയിൽ സ്റ്റേഷനിൽ ചെന്ന് കയറുമ്പോൾ ഉണ്ടടാ ഒരു മനുഷ്യനെ പോലും കാണില്ല. ഇവരൊക്കെ എങ്ങോട്ട് പോയി? ഞാൻ പെട്ടോ ദിനേശ എന്നായിപ്പോയി. അങ്ങനെ ഇയാൾ തപ്പിയാണെന്ന് കുറച്ച് കഴിയുമ്പോണ്ടാ 2 പേര് മാത്രമുള്ളൂ അവിടെ, ബാക്കിയുള്ളവരൊന്നും കാണുന്നില്ല. ശൈവന്മാരൊക്കെ എവിടെ പോയി നിങ്ങൾ ചോദിക്കുമ്പോഴാണ് ഇവർ കാര്യം പറയണത്. അപ്പം ഈ കാര്യങ്ങൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഇയാൾ ചോദിക്കും, നിങ്ങളാരാ, നിങ്ങളെന്ത് ഇങ്ങോട്ട് വന്നത്, നിങ്ങളെങ്ങനെ ഇങ്ങോട്ട് വന്നത്, നിങ്ങൾ മനുഷ്യൻ തന്നെയാണോ അതോ പ്രേതം വല്ലതും ആണോ, ഇനി നിങ്ങൾ ആരാ? അപ്പം ഇവൻ പറയും, ഇന്നമാതി ഞാൻ ബോട്ടിലാണ് വന്നത്, ഞാൻ ഇവിടുത്തെ പണിയൊക്കെ നോക്കാൻ വേണ്ടി വന്ന ആളാണ്. നിങ്ങളെന്താ ഇവിടെ, ബാക്കിയുള്ളവരൊക്കെ എവിടെ എന്ന് ചോദിക്കുമ്പോഴാ ഈ കഥ പറയണത്. ഇന്നമാതിരിയാണ് സംഭവം എന്ന് പറയാനത്. ആ കഥ അങ്ങ് പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഈ സ്റ്റേഷൻ എണ്ണങ്ങോയി ഇളക്കോളകി. എൻ്റെ പൊന്നോ, അപ്പം ഇപ്പോളാലോ ഇത്ര കരുത്തായിട്ടുണ്ടാക്കി ഈ സ്റ്റേഷൻ ഇങ്ങനെ ഒന്ന് ഇളക്കൂ. എന്തീ പറയണം, നിങ്ങൾ എന്തീ കാണണത്, എന്തീ സംഭവിക്കണത്, എന്താ ഈ കൊച്ചു ലോകത്ത് സംഭവിക്കുന്നത്? അങ്ങനെ അവൻ പുറത്തോട്ടിറങ്ങും. അതേസമയം അവിടെ റെസ്റ്റോറൻറ്റിലോട്ട്, അവൻ റെസ്റ്റോറൻറ്റിൽ എന്താ നടക്കുന്നതെന്ന് അറിയണ്ടേ. ആ പെണ്ണ് മൂത്ത മോളുടെ കൈ ഒരുത്തൻ കയറി അങ്ങ് പിടിക്കണം. കോഴി, ഒരു പക്ക കോഴി നാറി തെണ്ടി, എന്തൊക്കെയാവട്ടെ, അതല്ല അടിച്ചു പച്ചാണ്ടവൻ. അങ്ങനെ അവനാ ഡയലോഗൊക്കെ അടിക്കുമ്പോൾ ഈ ഭാര്യ ഒരു കോപ്പി എടുത്തു അച്ചടി അങ്ങ് അവൻ്റെ തലക്കടിച്ചിട്ട് ഇറങ്ങിയൊരു ഓട്ടമാണ്. ഓടിച്ചെന്ന് നോക്കുമ്പോൾ വണ്ടീൻ്റെ ടയറൊക്കെ ആരോ കുത്തി പഞ്ചറാക്കി വെച്ച്. അപ്പം പിന്നെ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഭർത്താവ് പോയ ദിക്കിലോട്ടോ ഓട്ടോ ഓടും. അങ്ങ് ഓടുമ്പോൾ ഈ ബോട്ടിൽ ഒരാളിരിക്കും. അപ്പം അയാളോട് കാര്യമൊക്കെ പറയും. ഇന്ന മതി, കുറേ കള്ളൂരിയന്മാർ നമ്മളെ ഓടിച്ചിട്ട് ദേവന്മാർ പിന്നാലെ വന്നിട്ടുണ്ട്, നമ്മുടെ ഭർത്താവ് ഇന്ന സ്ഥലത്താണ്, നമ്മളെ ഒന്ന് അങ്ങോട്ട് എത്തിക്കണം, നമ്മൾ എത്രയും പെട്ടെന്ന് ഒന്ന് എത്തിച്ചു തന്നെ, നമ്മൾ രക്ഷപ്പെടാൻ വേറെ വഴിയില്ല, ഒന്ന് രക്ഷിക്കണം, നിങ്ങൾക്ക് വേണ്ട കാശ് ഒക്കെ തന്ന് ഞങ്ങൾ സഹായിക്കാം എന്നൊക്കെ പറയും. എന്നാൽ ചാടി കയറി മക്കളെ, നമുക്ക് ഇവിടെ നിന്ന് വിട്ട് കളയാം എന്ന് പറയും. അപ്പം ആ കള്ളൂടിയന്മാർ ഓടി വന്നിട്ട് ചമ്മിപ്പോയി. ഇവരെയും കൊണ്ട് ഈ ബോട്ടുകാരെ അങ്ങ് വിട്ടു. ഇതേ സമയം അവിടെ ഓയിൽ റിഫൈനറിയിൽ പോള് 2 പേരുണ്ട് അവിടെ, ഒരു തടിയുള്ള ഫീഫറും പിന്നെ ഒന്ന് ജോർജും. അപ്പോൾ ജോർജിനോട് ചോദിക്കുക, എന്താ ഇവിടെ നടന്നത്? അപ്പോഴാണ്, എൻ്റെ പൊന്നു സാറേ, ഇവിടെ ഉണ്ടായിരുന്നവരൊക്കെ പകുതി മുക്കാൽ പേരും രക്ഷപ്പെട്ട് എങ്ങോട്ടോ പോയി, ബാക്കിയുള്ളവരൊക്കെ ഇവിടെ മരിച്ചും പോയി. എങ്ങനെ മരിച്ചു, എന്ത് പറ്റി എന്നൊക്കെ പോള് ചോദിക്കുമ്പോൾ എല്ലാം സെറ്റായിട്ട് ഞാൻ പറഞ്ഞുതരാമെന്ന് പറയും. അപ്പോൾ പോള് പറയും, ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് എന്നോട് കമ്പനിയിൽ നിന്നും ആരും പറഞ്ഞില്ല, നാട്ടുകാരെ കുറേ പേരെ കണ്ടവരും ഒന്നും പറഞ്ഞില്ല, എന്താ ഇത്? അപ്പോഴാണ് ഫീഫർ പെട്ടെന്ന് ഓർക്കണം, നിങ്ങൾ ബോട്ടുമായിട്ട് ഇങ്ങോട്ട് വന്നെന്നല്ലേ പറഞ്ഞത്? അപ്പം എന്തായാലും അവൻ നിങ്ങളെ കണ്ടിട്ടുണ്ടാവും കേട്ടോ, അവൻ എന്തായാലും നിങ്ങളെ കണ്ടിട്ടുണ്ടാവും. അവനോ? അറവൻ
നമ്മളെ 3 പേരും അല്ലാണ്ട് വേറെ ആരും ഇനി ഇവിടെ നിന്നാലോചിച്ച് പോള് ചോദിക്കുമ്പോഴാണ് മോനെ കാര്യം പറയണത്. അതിപ്പോൾ സാറ് വൈകാണ്ട് അറിയും സാറേ എന്താ നടക്കുന്നത്, എന്താ ഈ കൊച്ചു ലോകത്ത് എന്തൊക്കെ ഉണ്ടെന്നും സാററിയുന്നു. അപ്പം ഒരു കുലുക്കവും കൂടി വരും. അപ്പം ഇവരൊക്കെ കൂടി അങ്ങ് സൈഡിലോട്ട് പോയിട്ട് ബൈനോക്കുലർ വെച്ച് നോക്കുവാണ്. അപ്പം മറ്റേ തടിയനുണ്ടല്ലോ ഫീഫർ ഇന്നമാതിരി പറയും, സാറേ ഞാൻ ഒന്ന് ചുരുക്കി പറഞ്ഞുതരാം. ഈ ലോകത്ത് ഈ വെള്ളത്തിൻ്റെ അടിയിൽ കുറേ വലിയ വലിയ സ്രാവുകൾ ഉണ്ടായിരുന്നു. പിന്നെ അത് വംശനാശം വന്നുപോയി. മിക്കാടെന്തോ പേര്. അപ്പോൾ ആ സാധനത്തിനെ പറ്റി ഞാനായിട്ട് സാറിന് പറഞ്ഞു തരണ്ടാലോ. അപ്പോൾ സാറിന് അത് അറിയാലോ സാറേ എന്താ സംഭവം. ആ സാധനം അപ്പോൾ ഇങ്ങനെ മതി വംശനാശം വന്ന് നശിച്ചു പോയി. അങ്ങനെ ഇരിക്കുകയാണ് ഈ സാധനം ഭൂമീൻ്റെ അടിയിൽ നിന്ന് ഇപ്പോൾ ഒരു ഭൂമി ഉലുക്കം വന്നിട്ട് ഭൂമീൻ്റെ ഉള്ളിൽ നിന്ന് എവിടെ നിന്നാന്നറിയില്ല സാറേ, എവിടെ നിന്നൊക്കെയോ ഈ സാധനങ്ങളങ്ങ് ഇറങ്ങി വന്നിട്ടുണ്ട് സാറേ. ഇപ്പോൾ ഈ 2-3 എണ്ണം ഇവിടെ കണ്ണ് കളിക്കേണ്ടെന്നാ തോന്നണത് സാറേ. അപ്പം ഈ സാധനമാണ് പ്രശ്നം സാറേ എന്ന് പറയും. അപ്പം ഈ പോള് പറയും, മെക്കാഡലോന എവിടെയോ എത്രയോ നാൾ മുമ്പ് മരണപ്പെട്ട സാധനമാണ്, ഒക്കെ വെറുതെ തോന്നലാണ്, വേറെ വല്ലതും ആയിരിക്കും. നിങ്ങൾ മനുഷ്യന്മാരെ എന്നെ വെറുതെ പേടിപ്പിക്കാൻ നോക്കണ്ട്. അങ്ങനെ പോടപ്പാന്നും പറഞ്ഞ് ഇവൻ ഈ ബൈനോക്കുലറും വാങ്ങി നോക്കുമ്പോണ്ടാ ഭാര്യയും മക്കളും കൂടി ഒരു വരവൻ. അയറിനും ഏരിയയിലും ജോഷുവേ ഒരു ബോട്ട് കയറി ഇങ്ങോട്ട് വന്നു. ഇവർ ഇത്രയും തള്ളുകല്ലേ, അതുകൊണ്ട് ചെറിയൊരു പേടി മനസ്സിൽ പോളിന് വന്നു തുടങ്ങിയപ്പോൾ ഭാര്യ മക്കളെയും കൂടി കണ്ടപ്പോഴേ അയ്യോ എന്നായി. എന്തെങ്കിലും ആവട്ടെ, ഇപ്പം വരട്ടെ എന്ന് ഒരാഴ്ച നിൽക്കുമ്പോണ്ട് ഈ ഏരിയയിൽ മോളുണ്ടല്ലോ, അവൾ വെള്ളത്തിൽ ചുമ്മാ കൈയിട്ടൊന്ന് തടവി നോക്കുമ്പോണ്ടാ ചോരയൊക്കെ പോലത്തെ, ചോരയല്ല എന്നാൽ ഈ ശരീരം ഇതൊക്കെ ഇതാവുമ്പോൾ ഈ പെട്രോൾ പോലെ ഈ സംഭവം വരൂലേ, അങ്ങനത്തെ സംഭവം കയ്യിലായി. ഭയങ്കര ദുർഗന്ധവും ഭയങ്കര മണമൊക്കെ ആയിട്ടുള്ള ഒരു സാധനം. എന്തൊക്കെയാണെങ്കിലും ഇവർ സ്റ്റേഷനിലെത്തി. വയറിനും മക്കളൊക്കെ അവിടെ അങ്ങ് ഇറങ്ങി ഇങ്ങനെ നിൽക്കുമ്പോണ്ട് പെട്ടെന്ന് ഈ കുലുക്കം വരും. അപ്പോൾ ഈ കുലുക്കത്തിൽ അവളങ്ങോട്ട് കാലങ്ങ് തെന്നി അങ്ങ് വെള്ളത്തിലോട്ടങ്ങ് വീഴും. ആ വെള്ളത്തിൽ വീഴുമ്പോണ്ടാ ഇവളി വെള്ളത്തിൻ്റെ അടിയിൽ പോകുമ്പോൾ കുറേ ബോഡികളും കൈകളും ഇതൊക്കെ കണ്ടാകെ പേടിച്ച് പണ്ടാരടങ്ങി ഈ ബോധം പോലത്തെ ഒരവസ്ഥയാകുമ്പോണ്ട് പോളി ചാടി വന്ന് ഇവളങ്ങ് പൊക്കിയെടുത്ത് മുകളിലോട്ട് കയറി. അപ്പോണ്ട് ഇവളാകെ പേടിച്ച് കുറച്ച് നിൽക്കണ, എന്താ മോളെ എന്ത് പറ്റി, എന്താ സംഭവിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇന്നമാതിരി വെള്ളത്തിൻ്റെ അടി വെച്ച് ഞാൻ കണ്ടു, ഇതൊക്കെ കണ്ടു വച്ചാ എന്ന് പറയും. എന്ത് കണ്ട്, നീ എന്ത് കണ്ട് നീ പറയണത്? അപ്പം പറയും ഇന്നമാതിരി കുറേ പോയ തലകളും ഇതുമൊക്കെ കണ്ടു വച്ചാൽ ഇന്നമാതിരിയൊക്കെ വെള്ളത്തിൻ്റെ അടിയുണ്ട് എന്നൊക്കെ പറയും. കുറേ കൈകളും മറ്റുപോയ കൈകളും കാലുകളും ശരീരഭാഗങ്ങളും ഒക്കെ. അപ്പോൾ ഇവൻ പറയും അത് വല്ല പാവൻ്റെയൊക്കെ ആയിരിക്കും, നീ വെറുതെ പേടിച്ചതായിരിക്കും, വാ മോളെ എന്നും പറഞ്ഞു. അല്ലച്ചാ ഇതാണ് ഒറിജിനലാണ്, ശരിക്കും കണ്ടു എന്നൊക്കെ മോളപ്പം പറയണ്ടാവും പേടിച്ചിട്ട്. ശരിക്കും പറഞ്ഞ ഏരിയയിൽ എന്താ കണ്ടതെന്ന് വെച്ചാൽ ഈ ബോഡികളൊക്കെ വെള്ളത്തിൽ പോയിട്ട് ഇങ്ങനെ പൊങ്ങി കിടക്കൂലേ, അതേപോലത്തെ ഒരു കാഴ്ചയാണ് അവൾ കണ്ടത്. പുള്ളിക്കാരത്തി പറയുന്നത് കാര്യമാണ്. അത് പക്ഷെ അവർക്കാർക്കുമല്ല, മറ്റേ ഫീഫറിനും മറ്റവനും ജോർജിനും കാര്യം അറിയാം, ഇവള് പറയുന്നത് സത്യമാണെന്നറിയാം.
പക്ഷെ പോളൊന്നും വിശ്വസിക്കൊന്നുമില്ല, ഇങ്ങനെ പറഞ്ഞ് ഇത് ചെയ്യും. അപ്പം ഈ ഫീഫർ പറയാണ്ട് സാറേ, ഇത് സാർ ഉദ്ദേശിക്കണ പോലെ ചെറിയ സംഭവമൊന്നും അല്ല, കുറച്ചധികം വലിയ സംഭവമാണ് സാറേ. സാറ് ഇത് വൈകാണ്ട് സാറിനത് മനസ്സിലാവും എന്ന് പറയുന്നു. അപ്പോഴാ ബാക്കിൽ മറ്റേ ഭാര്യേനെ മക്കളെയും കൊണ്ടുവന്ന് വിട്ട് തിരിച്ചു പോണ ബോട്ടുണ്ടല്ലോ, ആ ബോട്ട് അങ്ങോട്ട് ഇതാവണം. ബോട്ടും അയാളെയും കൂടി മെക്ഡലോ അങ്ങ് പറന്ന് വന്ന് അങ്ങ് അടിക്കണേ. ഇത് ഈ ബൈനോക്കുലറും കൊണ്ട് ഭാര്യ നോക്കി നിൽക്കുക. അത് സംഭവിക്കുന്നു. ഇവർ ഈ ദൂരെ നിന്ന് കണ്ടിട്ട് തന്നെ വാൻ വലിപ്പം, ബോട്ടൊക്കെ ഒന്നും അല്ലാത്ത രീതി വന്യ സാധനം അടിക്കണം. ഇതൊക്കെ കണ്ട് പോള് അന്തം വിട്ട് കണ്ണും തള്ളി നിൽക്കുവാണ്. അങ്ങനെ അപ്പം പോളിന് കാര്യം മനസ്സിലായി, ഫാര കളിയല്ല, ഇത്തിരി ഫീനായ കളിയാണ്, ഫീനാണ്. അങ്ങനെ മാറിയെന്ന് ഫീഫറിനോടും ജോർജിനോടും പോൾ ചോദിക്കാം, ആ മച്ചാനെ ഇവിടെ നിന്ന് ബടിയാവാൻ, അതായത് രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ? എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാവില്ലേ, പറയും. ഫീഫർ പറയുക, അങ്ങനെ വല്ല വഴിയുണ്ട് നമ്മളാദ്യമേ രക്ഷപ്പെടൂല സാറേ. ഇപ്പം സാറ് വരുമ്പോൾ നമ്മളിവിടെ ഉണ്ടാവുമോ? ആ വഴി കൂടി നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവില്ല സാറേ. എന്താ ഈ പറയണ സാറേ? അപ്പം പോള് തിരിഞ്ഞ് നിന്നിട്ട് ശ്വാസവും വിട്ടിട്ട് മനസ്സിൽ ആലോചിക്കാം, ഐ ആം ട്രാപ്ഡ്, പെട്ടു ഞാൻ അല്ലേ. അപ്പം എന്തൊക്കെയാണെങ്കിലും 2 കാല് പൊട്ടിയെന്ന് ഫീഫർ പറയും. 2 കാല് പൊട്ടി, ഈ ഷാർക്ക് ഇടിച്ചിടിച്ച് പൊളിച്ചു കഴിഞ്ഞു. നമ്മളടിക്കാൻ വേണ്ടിയുള്ള പ്ലാനാണ് ഷാർക്കിന്. നമുക്കിവിടെ നിന്ന് ബടിയാവാൻ പറ്റൂല. നമ്മളപ്പോൾ കുറച്ചധികം നേരം നമ്മുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറയും. അപ്പോൾ പോൾ പറയും, എന്നാൽ പിന്നെ പണി ചെയ്യുക, നിങ്ങളെ ഞങ്ങളുടെ ഒപ്പം നിൽക്കുവാണെങ്കിൽ, എൻ്റെ ഒപ്പം നിൽക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെ അടിയിൽ പോയി ബാക്കിയുള്ള 2 കാലിൻ്റെ അവസ്ഥ എന്താ നോക്കിയിട്ട് വരാം. അങ്ങനെ നോക്കിയിട്ട് ബാക്കി തീരുമാനിക്കാം എന്ന് പറയും. ഈ കാര്യം അയറിനോട് പറയുമ്പോൾ അയറും പറയും, എടോ മനുഷ്യ, തനിക്ക് വേറെ പണിയൊന്നുമില്ല, ഇപ്പം ഈ ഉണ്ടാക്കി വെച്ചേണമൊന്നും പോരെ, ഇനി നിങ്ങൾ മരിക്കണോ കൂടി ഞങ്ങളെ കാണിക്കണോ എന്ന് ചോദിക്കും. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അടിയിലോട്ട് പോകുമ്പോൾ ഒരു എന്താ പറയുക, മുങ്ങിപ്പോണ ഒരു സാധനമില്ലേ, ക്യാപ്സ്യൂളൊക്കെ പോലത്തെ ഒരു സാധനം, അതിൽ കയറിയിട്ടാണ്. അപ്പോൾ പോകാൻ പോണത് ജോർജും ഫീഫറാണ്. നൈസായിട്ട് പോൾ സ്കിപ്പ് അടിച്ചു. എന്തൊക്കെയാവട്ടെ, അങ്ങനെ അപ്പോൾ ഇവർ പോയിട്ട് മതി, പോള് ഇത് നിങ്ങൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷനൊക്കെ ഞാൻ തന്നോളാം, നിങ്ങൾ എല്ലാം ഫെറ്റാണ്, നിങ്ങൾ പോയിട്ട് വാ എന്ന് പറയും. അങ്ങനെ ഫീഫറും ജോർജും കൂടി കയറി അങ്ങ് വിടും. അങ്ങനെ കയറിയിട്ട് നിരീക്ഷിക്കുമ്പോൾ ഉണ്ടാ വെള്ളത്തിൽ വൈബ്രേഷനും ഇളക്കമൊക്കെ കണ്ട് ലൈറ്റൊക്കെ കണ്ടിട്ടേ ഈ മിക്കായലങ്ങ് പറന്നടിച്ച് വന്ന് ഇവന്മാരങ്ങ് പിടിക്കാൻ വേണ്ടി ശ്രമിക്കും. എന്തൊക്കെ ചെയ്ത് പിടിക്കാൻ നോക്കുമ്പോഴും ഇപ്പോൾ ഇത് രക്ഷപ്പെട്ട് ഫീഫർ അങ്ങ് ചാടി ഇറങ്ങി അങ്ങ് വരും നീന്തി. അങ്ങ് നീന്തി വരുന്ന് ഫീഫർ അങ്ങ് മുകളിലോട്ട് അങ്ങ് കയറി. അപ്പം തന്നെ പോള് എന്ത് വെച്ച് എന്താ സംഭവം, എന്താ വെച്ച് എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും, ഞാൻ എന്താ താത്ത് മറ്റേ ഷാർക്ക് ഉണ്ട്, ഇതാ സംഭവം എന്ന് പറയും. അപ്പം തന്നെ ഉണ്ട് മറ്റേ ജോർജും കൂടി പൊങ്ങി വന്നു. അപ്പം തന്നെ പോള്, ജോർജ് വാടാ, കൈ പിടിക്കടാ, രക്ഷപ്പെട്ടാടാ എന്നും പറഞ്ഞ് കൈ പിടിച്ചങ്ങ് പൊക്കുമ്പോൾ ഉണ്ടല്ലോ, അവൻ പകുതിയുള്ളൂ, ബാക്കി പകുതി ഷാർക്ക് അടിച്ചങ്ങോട്ട്. ഈ കാഴ്ച കണ്ട് പോളങ്ങ് പേടിച്ച് കുറച്ച് അറിയാണ്ട് ഈ കൈ അങ്ങ് വിട്ടോ.
ഇത് കാഴ്ച മറ്റേ അയറിനും കണ്ട് പേടിച്ച് കുറച്ച് നിലവിളിക്കും. ഇതേസമയം മൂത്ത മോളും ജനാലെ കൂടി കാഴ്ച കാണുന്നുണ്ട്. കാഴ്ച കണ്ടോടെ മോളുടെ കോൺഫിഡൻസ് ഒക്കെ പോയിട്ടാ. സീനാണ് ബഡി എന്നുള്ള സെറ്റായി അവള്. ആ സമയം ഫീഫർ വന്നിട്ട് പോളിനോട് കാര്യം പറയും. മോനെ ഫീഫർ, ഈ സാധനത്തിന് എന്തൊരു കഴിവുണ്ട്, നമ്മളെ ഇല്ലാത്ത കാര്യങ്ങൾ ആ സാധനം നമ്മളെ കാണിച്ചു തരും. അതായത് നമുക്കെന്തോ നമ്മളെ സഹായിക്കാൻ ആളുകൾ വന്ന പോലെയൊക്കെ നമുക്ക് തോന്നും, പക്ഷെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ തോന്നും. വേണമെങ്കിൽ നോക്കിയെന്ന് പറയുമ്പോൾ ഉണ്ടാ 3-4 കപ്പലങ്ങ് നിരന്ന് കിടക്കും. അപ്പോൾ നമുക്ക് രക്ഷപ്പെടാം എന്നും പറഞ്ഞ് ഈ ഫ്ലയർ ഗണ്ണ് എടുത്ത് അങ്ങ് വെടിവെക്കാൻ പോകുമ്പോൾ ഫീഫർ അങ്ങ് കയറി പിടിക്കും. വെക്കരുത് വെടി, വെക്കണ്ട വെടി. അതൊക്കെ നിൻ്റെ തോന്നലാണ്. ആ ഷാർക്ക് നിന്നെ തോന്നിപ്പിക്കണതാണ്. അതേപോലെയൊക്കെ എന്തോ ഒരു സംഭവം ആ ഷാർക്കിനുണ്ടത്, അല്ലാണ്ട് ശരിക്കും അങ്ങനെയൊന്നുമില്ല. നിനക്ക് തോന്നണേ, നീ വേണേ ഒന്നുകൂടി ഒന്ന് നോക്കിയേ ശരിക്കും എന്ന് പറയുമ്പോൾ നോക്കുമ്പോൾ ആ സമയം ഫീഫർ പറയുക, ഈ നാട്ടിലൊരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് ഈ വിഭാഗമൊന്നും നശിപ്പിക്കാൻ ഒരാളെ സമ്മതിക്കില്ലായിരുന്നു. അതിനു വേണ്ടി നോക്കാൻ വേണ്ടി ഒരു പ്രത്യേക സംഘം ഉണ്ടായിരുന്നു രാജാവിന്. അതേപോലെ നമ്മുടെ കമ്പനിയോടെ വന്നതിന് മുമ്പ് വാൻ ബ്യൂട്ടിഫുള്ളാക്കുന്ന ഈ സ്ഥലമായിരുന്നത്. ഈ കമ്പനി വന്നോട് ഇവിടെ ആകെ നാശവും ഇതൊക്കെ സംഭവിച്ചു. ആകെ വൃത്തികേടായി. അത് മിക്കവാറും ആ കടൽ രാജാവിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ഈ പാതാളത്തിൽ നിന്ന് ഇതേപോലത്തെ ചെകുത്താൻ ഇങ്ങോട്ട് വിട്ടത് കടൽ രാജാവേ എന്നൊക്കെ ഫീഫറിങ്ങ പറയുന്നുണ്ട് പോളിനോട്. പോളിന് ഇതൊന്നും അങ്ങനെ ഇതൊന്നുമില്ല. അപ്പോൾ അതൊന്നും ആയിരിക്കില്ല എന്നുള്ള മനസ്സിൽ കഥ അങ്ങ് ഡൈജസ്റ്റ് ആണ്ട് ഓള് പറയും, നീ എന്ത് വിഡ്ഢിത്തരോഗ്യെ വിളിച്ചു പറയണത്, നീ എന്തൊക്കെ ഈ പറയണത്, ഇങ്ങനെയൊക്കെ വല്ലതും നടക്കണ കാര്യം വല്ലതും പറ എന്നൊക്കെ പറയും. അങ്ങനെ വയ്ക്കാം. ഇത് പിന്നെ അത് വാക്ക് തർക്കമാവും. പിന്നെ കയ്യാങ്കളി ആവുമ്പോൾ അയറും വന്ന് പിടിച്ചു മാറ്റിയിട്ട് നമുക്കെങ്ങനെ രക്ഷപ്പെടാവുള്ളൂ കാര്യം നോക്കാം, നിങ്ങിങ്ങനെ തമ്മി തല്ലല്ലേ എന്ന് പറയും. എന്നും പറഞ്ഞ് കുറച്ച് നേരം ഫാമിലീൻ്റെ ഒപ്പമൊക്കെ നിന്ന് അങ്ങനെ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് പോളങ്ങ് നേരെ ജനറേറ്റർ റൂമിൽ പോയിട്ട് പോവും. ഫാമിലീൻ്റെ അടുത്ത് നേരെ ജനറേറ്റർ റൂമിൽ പോയിട്ട് എൻജിനൊക്കെ ഒന്ന് അടിച്ച് റെഡിയാക്കാൻ നോക്കണേ. എങ്ങനെയെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച് ഇതുകൊണ്ട് വെക്കുക. ആ സമയത്ത് ഫീഫർ പിന്നെ മറ്റേക്ക് വിട്ട് രക്ഷപ്പെടാൻ നോക്കാമെന്നുള്ള ഐഡിയയിൽ ഇവൻ്റെ ഒപ്പം വന്ന് ഇവനെ സഹായിച്ചുകൊണ്ട് വെക്കുക. ഇത് ഓണാക്കി ചെറിയൊരു ഇതെങ്കിലും കിട്ടിയാലേ റേഡിയോ കോൾ കൊടുത്തെങ്കിലും അവിടെ നിന്ന് ആരെങ്കിലും ഒന്ന് രക്ഷിക്കാനെങ്കിലും വരാൻ ഉള്ള ഒരു ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഒന്നുമില്ല. ഫോണിലാണെങ്കിൽ റേഞ്ച് പോലും ഇല്ല, നടുക്കടലിലെ. ഇതേ സമയം കൊണ്ട് നമ്മുടെ ചെറുപയ്യനില്ലേ ജോഷോ, അവൻ അവിടെ എന്തോ കണ്ടിരുന്ന ഒരു ബോട്ടും കുറേ ആളുകളുമായിട്ടുള്ള ഒരു ബോട്ട് കണ്ടിരുന്നു. അതങ്ങോട്ട് വെള്ളത്തിൽ വെച്ചങ്ങ് ഒഴുക്കി വിട്ട് പ്രാർത്ഥിക്കുക, ദൈവമേ കൈ തൊഴാൻ എന്തൊക്കെയാവട്ടെ. അങ്ങനെ ആ പ്രാർത്ഥനേൻ്റെ ഇടയിൽ ഇതേ സമയം ഉള്ളിൽ അയറിൻ അവിടെ ഉണ്ടായിരുന്ന കുറേ ഡോക്യുമെൻറ്റ്സൊക്കെ ചെക്ക് ചെയ്യുമ്പോണ്ട് പോളാണ് പണിയാൻ വേണ്ടിയുള്ള എല്ലാ ഇതും കൊടുത്തേക്കുന്നത്. ഈ സ്ഥലം സേഫ് അല്ല എന്നറിഞ്ഞിട്ട് പോലും പോള് ഇത് ചെയ്യാൻ വേണ്ടി ഉള്ള ഇതൊക്കെ ചെയ്തു. അപ്പം പോള് കാരണമാണ് ഇതൊക്കെ ഉണ്ടായതെന്നാണ് അയറിൻ വിചാരിക്കുന്നത്. പോൾ ഇസ് ദി കൾപ്രിറ്റ് എന്നാണ് അയറിൻ മനസ്സിൽ വിചാരിക്കുന്നത്. ഇവിടെ ഒന്നും
കൺസ്ട്രക്ഷൻ ഒന്നും ചെയ്യാൻ പാടില്ലെന്നായിട്ട് പോലും പോള് ആണ് അപ്പോൾ ഇതിന് അനുമതി കൊടുത്ത് അപ്രൂവൽ ചെയ്തേക്കണത്. അതേപോലെ പോള് കാരണമാണ് ഞങ്ങളൊക്കെ ഇവിടെ പെട്ടതും ഇതൊക്കെ ഉണ്ടായതെന്നാണ് അയറും വിചാരിക്കുന്നത്. അങ്ങനെ പോളിനോട് വൻ ദേഷ്യം വരുവാണ് അയറിന്. ഇതേ സമയം പോളല്ല, ഇതേ സമയമാണ് മറ്റേ ഈ ബിൽഡിങ്ങിന് ഒരു ഇളക്കം വരുന്നത്. അയ്യോ എന്തത് എന്നാലോചിക്കുമ്പോഴത്തേക്കും ഒരു വൻ ഇളക്കം. ആ ഇളക്കത്തിൽ മറ്റേ ജോഷു ഉണ്ടല്ലോ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പയ്യൻ, അവനങ്ങ് തട്ടി അങ്ങ് വെള്ളത്തിലോട്ടങ്ങ് വീഴുക. അപ്പെന്താ ഈ വീഴ്ചേൻ്റെ വൈബ്രേഷൻ ഇവൻ്റെ അനക്കമൊക്കെ കാരണം ആ ഷാർക്ക് അങ്ങ് മുകളിലോട്ട് കയറി വരുക ഇവനെ പിടിക്കാനേ. അതേസമയം ഈ ഒച്ചയും ബഹളമൊക്കെ കേട്ട് പോളും അതേപോലെ അയറലുണ്ടല്ലോ മോള് എല്ലാവരും ഓടി വന്ന് വെള്ളത്തിൽ ഇട്ടിയാടും. അപ്പോൾ ഈ ഷാർക്ക് വന്നത് മനസ്സിലാക്കിയ പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇപ്പുറത്ത് കുറേ ഒച്ചയും ബഹളവും തട്ടും മുട്ടൊക്കെ ഉണ്ടാക്കും ആ ഷാർക്കിനെ അവൻ്റെ അടുത്തോട്ട് ആകർഷിക്കാൻ വേണ്ടി. അങ്ങനെ ആകർഷിച്ച് അവൻ്റെ അടുത്തോട്ട് വരുത്തും ഈ ഷാർക്കിനെ. ആ സമയം മോനും കൂടി അവിടെ നീന്തി അമ്മ പിടിച്ച് വെച്ച് അവർ രക്ഷപ്പെടും. എന്നിട്ട് ഇവനങ്ങ് ചാടിക്കേറി മറ്റേ ഫീഫറങ്ങ് പിടിച്ചങ്ങ് കയറ്റി രക്ഷപ്പെടുത്തു ഇവനാണ്. അങ്ങനെ അയറും കയറി ചെന്ന് നേരെ ഓഫീസിലോട്ട് ചെല്ലുമ്പോൾ പുറകിൽ പോളും ഓടി വന്ന് ചെല്ലുമ്പോൾ ഉണ്ട് അയറിൻ വാൻ ചീത്ത വിളിയും തെറിവിളിയും ഇടിയും വഴക്കും ബഹളവും. പോള് നീ കാരണമാണ് ഇതൊക്കെ ഉണ്ടായത്, നീയാണ് ഇതിനൊക്കെ കാരണക്കാരൻ, നീയാണ് ഇതിന് അനുമതി കൊടുത്തതെന്നൊക്കെ പറഞ്ഞ് വാൻ ബഹളം. ഇതേ സമയം മറ്റേ ഷാർക്ക് ഉണ്ടല്ലോ, അവൻ താഴത്ത് പോയിട്ട് മറ്റേ ആദ്യം രണ്ടാളുകൾ വന്ന് ബോംബൊക്കെ വെച്ചിട്ടുണ്ടായില്ലേ പാറ ഒട്ടിക്കാനൊക്കെ, അതിൽ പോയി തട്ടും. അപ്പോൾ ഉണ്ട് ഈ സാധനം അങ്ങ് ഓണാവും. അപ്പോൾ ഉണ്ട് ഈ ബോംബ് ആക്റ്റീവായി. ബോംബ് ആക്റ്റീവായ സീനാണല്ലോ, തൂണ് പൊട്ടുമല്ലോ. ഈ വഴക്കും ബഹളമൊക്കെ കഴിഞ്ഞ് പോള് നേരെ മറ്റേ കടലിൻ്റെ അടിയിൽ നിരീക്ഷിക്കാൻ വേണ്ടി പോള് നേരത്തെ ക്യാമറയും ഡ്രോണും വെള്ളത്തിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ നോക്കുമ്പോൾ ഈ ബോംബ് ആക്റ്റീവ് ആയേക്കെന്താ അവൻ കാണും. ഇവന് കാര്യം പിടിയിട്ട് ഇനി അധികം സമയമൊന്നുമില്ല, ഇത് കുറച്ച് കഴിയുമ്പോൾ പൊട്ടും. അപ്പം തന്നെ ഇവൻ ഈ ഫീഫറിന് വിളിച്ച എല്ലാ കാര്യവും പറയുക, ഞാൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്, ഞാൻ ആണ് ഇതിന് പെർമിഷൻ കൊടുത്തത്, ഞാൻ പെർമിഷൻ കൊടുത്തില്ല പറഞ്ഞാൽ എൻ്റെ ജോലിയൊക്കെ പോകുമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പെർമിഷൻ കൊടുത്തത്, അതാണ് സംഭവം, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയുക. എനിക്ക് മുകളിൽ നിന്നുണ്ടായിരുന്ന പ്രഷറും ഇതൊക്കെ കാരണം ഞാൻ ചെയ്തു പോയതാണ്, എൻ്റെ ഒരു അവസ്ഥ കാരണം ചെയ്തതാണ് ഞാൻ. ഇതിപ്പോൾ നമ്മൾ ചെയ്തില്ലെങ്കിലും വേറൊരു ടീം വന്നിട്ട് അവന്മാരത് ചെയ്യും. അതെന്തായാലും നടക്കേണ്ടത് നടക്കും. പക്ഷെ എന്നാലും ഇതിപ്പോൾ ഞാൻ കാരണമാണ്, ഞാൻ ചെയ്തത് വലിയൊരു തെറ്റായിപ്പോയി. അത് കാരണം ഇപ്പം ഞാനും ഇതിൽ ഒരു ഭാഗമായി മാറി. അങ്ങനെ അപ്പോൾ ഫീഫർ ഇതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം, നമുക്കിപ്പോൾ ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നോക്കാം, അതാണ് ഇപ്പോഴത്തെ മെയിൻ. അങ്ങനെ നിൽക്കുമ്പോൾ ഈ അയറിനാണെങ്കിൽ ദേഷ്യം കാരണം പോളിനോട് മിണ്ടാണ്ട് നേരെ പോയി ലൈഫ് ബോട്ടൊക്കെ കാറ്റൊക്കെ നിറച്ച് രക്ഷപ്പെടാനുള്ള പ്ലാൻ ഉണ്ടാക്കി കൊണ്ടുവയ്ക്കുക. ആ സമയം പോള് വേറൊരു ഐഡിയ ആലോചിക്കുക. മതി, ഇപ്പോൾ ആ ബോംബ് ആക്റ്റീവായിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ബോംബ് ഇപ്പോൾ ഒന്ന് ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഷാർക്കിനെ വിളിച്ച് വരുത്തിയിട്ട് അതിൻ്റെ വായിൽ വെച്ച് അങ്ങ് പൊട്ടിക്കണം. അതാണ് നമ്മുടെ ഒരു സ്റ്റൈല്. അതിനെനിക്ക് നിങ്ങളുടെയൊക്കെ സഹായം വേണം. അപ്പോൾ ഫീഫർ നോക്കുമ്പോൾ ഉണ്ട് അവൻ എങ്ങനെയൊക്കെ അവിടെ ഉണ്ടായിരുന്ന റേഡിയോയിൽ കുറച്ച് ചാർജ് വരുത്തി കാര്യമൊക്കെ പുറത്തോട്ട് വിടുന്നുണ്ട്. അപ്പണ്ട്
അപ്പോൾ ഈ കാര്യമൊക്കെ വന്ന് ഫീസറിനോട് പറഞ്ഞപ്പോണ്ട് ഫീസർ ഇതൊരിക്കലും നടക്കൂല, ആത്മഹത്യയാണെ തുല്യമായ ഒരു കാര്യമാണ്, നീ എന്തൊക്കെ പറയണത്, ഇതൊന്നും പറ്റൂല എന്ന് പറയും. അതേസമയം പോള് ഇവനായിട്ട് സംസാരിച്ച് ഇവനെ എങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പോളൊക്കെ സമ്മതിപ്പിക്കും. എന്നിട്ട് ഇവനാലോചിക്കും ഈ കാര്യം എങ്ങനെ ഭാര്യയും കുഞ്ഞുങ്ങളെയും പറഞ്ഞ് മനസ്സിലാക്കും. കാരണം ആരെന്താ സമ്മതിക്കാൻ പോലുള്ള, കാരണം നേരത്തെ ദേഷ്യമൊക്കെ മനസ്സിൽ കിടപ്പുണ്ട്. അതിൻ്റെ ഒപ്പം ഇവൻ്റെ ജീവൻ പോണ കാര്യവും കൂടി ആയതുകൊണ്ട് സീനാണ്. എന്നാലും അയറിനോട് പറയാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇവൻ പറയും, അങ്ങനെ ഇവൻ കാര്യം പറയാൻ വരുമ്പോണ്ട് ഇവൾ ഈ ബോട്ടൊക്കെ സെറ്റ് ചെയ്തെല്ലാം സെറ്റാക്കി വെച്ചേക്കും. അപ്പം മൂത്ത മോള് പറയും, അച്ഛാ നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ. ഇയാൾ എൻ്റെ മോള് തന്നെയാണോ പ്രാർത്ഥനയൊക്കെ ചോദിക്കുന്നു, എന്തൊക്കെയാവട്ടെ ഒന്ന് പ്രാർത്ഥിച്ചു കളയാം. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഒരുങ്ങ പുറത്തോട്ട് വരുമ്പോൾ ഇവൻ ഏരിയലിനോട് കാര്യം പറയുക. അയ്യോ, ഏരിയലല്ല, ഭാര്യ അയറിനോട് ഈ ഐഡിയ മൊത്തം പറയും. ബോംബ് പാക്റ്റുമായിട്ടുള്ള ഞാൻ അത് ഓഫ് ചെയ്യും, എന്നിട്ട് കയ്യിൽ വെക്കും, എന്നിട്ട് ഷാർക്ക് വരുമ്പോൾ അവൻ ഇട്ട് കൊടുക്കും. ഞാൻ എന്നിട്ട് രക്ഷപ്പെട്ട് നിങ്ങളുടെ അടുത്തോട്ട് വരും, ഷാർക്കും ചാവും, നമ്മളെ കാര്യവും നടക്കും, നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാം. അല്ലാണ്ട് രക്ഷപ്പെടാൻ പറ്റൂല. അപ്പം ഇതൊക്കെ കേട്ടവൻ അയറി, നിങ്ങൾക്ക് ഭ്രാന്താണ്, നിങ്ങൾ എന്താ ഈ പറയണത്, നിങ്ങൾ ഷാർക്കും മരിക്കും, നിങ്ങളും മരിക്കും, നിങ്ങളുടെ ഊഞ്ച ഐഡിയ ഇതൊന്നും നടക്കണ കാര്യമില്ല, നിങ്ങൾ എന്താ ഈ പറയണത്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. ഞാൻ പറഞ്ഞത് വല്ല വിഷമമായിട്ടാണെങ്കിൽ സോറി, ഞാൻ അങ്ങ് ഉദ്ദേശിച്ചൊന്നും പറഞ്ഞല്ല, വിഷമം കൊണ്ട് പറഞ്ഞതാ, നിങ്ങൾ അങ്ങ് പോവല്ലേ. അപ്പോഴും പറയും, ഇതൊക്കെ ഞാൻ കാരണം ഉണ്ടായതാണ്, ഇതിന് അവസാനവും ഞാൻ തന്നെ ചെയ്യേണ്ടത്, ഇത് നമ്മളിപ്പോൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ എങ്ങനെ വന്നാൽ രക്ഷപ്പെടാൻ പറ്റൂല, അതിൻ്റെ വായിൽ പെടാണ്ട്. നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ഇതേ ഉള്ളൂ ഈ മാർഗം. അങ്ങനെ പോണ സമയത്ത് ഇവൻ ഫീസറിനെ കുറേ കാര്യം പറഞ്ഞേൽപ്പിക്കും, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ വെള്ളത്തിൽ അടിയിൽ പോയി കഴിയുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇവൻ പോവും. നേരെ വെള്ളത്തിൽ ചാടും, ഡൈവിങ് സൂട്ട് എടുത്ത് വെള്ളത്തിലോട്ട് എടുത്ത് ചാടും. കുറച്ച് താഴത്തോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഉണ്ട് വലിയ ഈ തൂണിൽ ഈ ബോംബ് ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ ഇവൻ ഈ ബോംബ് എടുത്ത് ഡീആക്ടിവേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇത് എടുത്തു എന്ന് അവർക്ക് മനസ്സിലായപ്പോൾ അവർ വേഗം ബോട്ടിൽ കയറി ഒരു സേഫ് ഡിസ്റ്റൻസിലോട്ട് മാറുവാണ്. അങ്ങനെ സേഫ് ഡിസ്റ്റൻസിലോട്ട് മാറിക്കഴിയുമ്പോൾ അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവരുടെ അടുത്തോട്ട് ആ ഷാർക്ക് പോകാൻ പാടില്ലല്ലോ. അത് കാരണം ഇവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ വെൽഡിങ് മെഷീൻ എടുത്തിട്ട് ഇരുമ്പും ഇട്ട് ഉരക്കും. ആ ഉരക്കുമ്പോൾ അറിയാൽ ഇതിൻ്റെ ലൈറ്റും ഫ്രീക്വൻസിയും എല്ലാനും കൊണ്ട് ഷാർക്ക് ഇവൻ്റെ അടുത്തോട്ട് വരും, അതിനെ അട്രാക്റ്റ് ചെയ്യും. അങ്ങനെ ആ സ്പാർക്ക് നിങ്ങൾക്കറിയാലോ എങ്ങനെയായിരിക്കുന്നു. അപ്പം അങ്ങനെ ഈ ഷാർക്ക് ഇത് കണ്ട് അട്രാക്റ്റായിട്ട് നേരെ ഇവൻ്റെ അടുത്തോട്ട് ഓടി വരാം. അങ്ങനെ ഇവൻ്റെ അടുത്ത് എത്താറായി എന്ന് തോന്നുമ്പോൾ ഇവ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ കേജിൻ്റെ ഉള്ളിലോട്ട് അങ്ങ് കയറും. അങ്ങ് കയറിക്കഴിഞ്ഞാൽ ഷാർക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല, കാരണം ഇരുമ്പിൻ്റെ കൂടാണല്ലോ. അങ്ങനെ ഇരുമ്പിൻ്റെ കൂടി കയറിയിട്ട് അവൻ അയറിനെ വിളിച്ച് റേഡിയോ കോൾ കൊടുക്കും. അപ്പോൾ റേഡിയോ കോൾ കൊടുക്കുമ്പോൾ അയറും പറയും, നമ്മൾ ഈ സേഫ് ഡിസ്റ്റൻസിലാണ്, പക്ഷെ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ നീയും വരണം, നീ വരാണ്ട് നമ്മൾ പോവില്ല, അല്ലാണ്ടുള്ള ഈ കളിയും നടക്കൂല. അപ്പോൾ ഇവൻ പറയും, നമ്മളെന്തെങ്കിലും നേടണമെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെടുത്തണം, അങ്ങനെ നഷ്ടപ്പെടുത്തേണ്ടി വരും, എന്തെങ്കിലും നഷ്ടമുണ്ടെങ്കിൽ എന്തെങ്കിലും നേടാനും പറ്റും. അപ്പോൾ
ഗുഡ് ബൈ എന്നും പറഞ്ഞു ഇവൻ റേഡിയോ കട്ട് ചെയ്യും. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവൻ എന്താ പ്ലാൻ. അങ്ങനെ ഇവൻ വെള്ളത്തിൻ്റെ അടിയിലോട്ടങ്ങ് പോവും ഈ ബോംബ് ആക്റ്റീവ് ചെയ്തിട്ട്. അങ്ങനെ പോകുമ്പോണ്ട് ഈ ഷാർക്ക് മുകളിലോട്ട് വന്നിട്ട് ഇവനങ്ങ് വിഴുങ്ങുന്നു. അതേസമയം ആ ബോംബ് പൊട്ടിത്തെറിക്കുന്നു. അങ്ങനെ ഇവൻ ആ വെള്ളത്തിൽ മരിക്കുന്നു. അതിൻ്റെ ഒപ്പം ആ മുകളിലെ സ്റ്റേഷനൊക്കെ പൊളിഞ്ഞ് നേരെ ഇതിൻ്റെ മുകളിലോട്ടങ്ങ് വീഴുന്നു. അങ്ങനെ കാണിക്കും. അതേസമയം സീസറിന് കാര്യം മനസ്സിലായിട്ട് ഇവരായിട്ട് സീസർ അങ്ങ് പോകുന്നു. അവിടെയാണ് സിനിമ തീരുന്നത്. പിന്നെ നേരത്തെ സീസർ കൊടുത്ത റേഡിയോ ഫ്രീക്വൻസിയിൽ ഒരു ബോട്ട് ഇവരോട് അടുത്തോട്ട് വരുന്നു. ആ ബോട്ടിൽ ഇവരാദ്യം കണ്ട ഒരാളില്ലേ, അതായത് ഇവരെ ഹോട്ടലിൽ കൊണ്ടുപോയാക്കിയ ഒരാൾ, അയാളാണ് വന്നേക്കുന്നത്. അങ്ങനെ അയാൾ ഇവരെ രക്ഷിച്ച് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതേസമയം ലാസ്റ്റ് ഡയറക്ടർ ഒരു ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അതായത് ആ ചെറിയ പയ്യൻ വിട്ട ആ ബോട്ടില്ലേ, ആ ബോട്ട് മുങ്ങിപ്പോണായിട്ട്. അതായത് മരത്തിൻ്റെ ഒരു ബോട്ട് വിട്ടല്ല കളിക്കണത്, ആ ബോട്ട് മുങ്ങിപ്പോണായിട്ട്. അതിനെന്താ ഡയറക്ടർ ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നു ഇവരെയും വേറെ ഷാർക്ക് പിടിച്ചെന്നാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്കപ്പോൾ നല്ലൊരു പുതിയൊരു കഥയായി പിന്നെ കാണാം. ഓക്കെ, ബൈ ബൈ, സീ യു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ സ്റ്റോറി ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ തപ്പിപ്പിടിച്ച് മനസ്സിലാക്കി ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. Goodbye guys, until next video.